അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് തജ്വീദ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. 13ാമത്തെ HSMൻ്റെ 13ാമത്തെ ക്ലാസ്സാണ് എജുഫീസ് നടത്തുന്നത്. അപ്പോൾ 12 ക്ലാസ്സുകളും നന്നായിട്ട് കേട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 3 എക്സാമുകൾ, മോഡൽ എക്സാമുകൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ഒരുപാട് കുട്ടികൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വൈകാതെ തന്നെ 4ാമത്തെ എക്സാം നടത്തുന്നതാണ്. അതിനു മുമ്പ് ഇതുവരെ നമ്മൾ പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 4ാം ക്ലാസ്സിലെ തജ്വീദാണ്. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ 3-4 ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ, അതുകൂടാതെ തന്നെ റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ക്ലാസ്, പിന്നെ സമസ്തയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ തീർത്തു തരും. അതിനുശേഷം റാഹത്തായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, റിവിഷനൊക്കെ നടത്തിയിട്ട് നമ്മൾ നടത്തുന്ന റിവിഷൻ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് തജ്വീദിലേക്ക് പോവുകയാണ്. തജ്വീദ് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല, എന്നാലും നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്. വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗം എന്ന് പറഞ്ഞാൽ വളരെ ദുർഘടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കുറച്ച് ക്ഷമിച്ചിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ക്ലാസ് ഫുള്ള് കേൾക്കുക. കാരണം ഈ അഖ്ലാഖോ താരീഖൊന്നും കേൾക്കുന്ന ആ ഒരു രസം തജ്വീദിന് ഉണ്ടാവണമെന്നില്ല. പക്ഷെ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, തീരുന്നത് വരെ കേൾക്കുക. കാരണം തജ്വീദ് എന്ന് ചോദ്യം എന്തായാലും ഉണ്ടാവും. കഴിഞ്ഞ വർഷം തജ്വീദ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ക്ഷമയോടുകൂടെ എന്ത് ചെയ്യുക, ഫുൾ ക്ലാസ്സും കേട്ടിരിക്കുക കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ PDF പഠിക്കുന്ന സമയത്ത് ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം പഠിക്കുക. കാരണം PDF മാത്രം വായിച്ചിട്ട് സംശയം ചോദിക്കുന്ന കുട്ടികളുണ്ട്. ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടെ PDF വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ പ്രത്യേകിച്ചും തജ്വീദൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ് കേട്ടിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ, PDF വായിച്ച് പഠിക്കാൻ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമായ സൂറത്ത് ഏതാണ്? ബറാഅത്ത് സൂറത്താണ് കേട്ടോ. തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമായ സൂറത്താണ് ബറാഅത്ത് സൂറത്ത്. ഇടയിൽ ബിസ്മി ചൊല്ലൽ കറാഹത്തായ സൂറത്ത് ഏതാണ്? അതും ബറാഅത്ത് സൂറത്ത് തന്നെയാണ്. അപ്പോൾ ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ ഹറാമ്, ബറാഅത്ത് സൂറത്തിൻ്റെ ഇടയിൽ ബിസ്മി ചൊല്ലൽ കറാഹത്ത്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ മീമ് അല്ലാത്ത അക്ഷരങ്ങൾ വന്നാൽ ഡാഷ് ചെയ്യണം. അപ്പോൾ സാക്കിനായ മീം അല്ലേ, സാക്കിനായ മീമിന് ശേഷം ബാ മീമ് അല്ലാത്ത അക്ഷരങ്ങൾ വന്നാൽ ഡാഷ് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? ഇൽഹാർ കേട്ടോ. സാക്കിനായ മീമിന് ശേഷം ഒരു മീമ് അല്ലേ, എന്ന് പറഞ്ഞിട്ട് സാക്കിനായ മീമ് വന്നു. അതിനുശേഷം ബാവും മീമും അല്ലാത്ത അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ വ്യക്തമാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സലാം വിട്ടു അല്ലേ, നിസ്കാരത്തിൽ സലാം വിട്ടും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോൾ ആ മീമിന് ശേഷം കും വാ എന്നുള്ളത് എന്ത് ചെയ്യണം, വ്യക്തമാക്കി പറയണം. അപ്പോൾ ഇതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ചെയ്യുക, വളരെ വ്യക്തമായിട്ട് ആ അക്ഷരത്തെ ഉച്ചരിക്കുക. ഇനി ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ അപ്പോൾ എത്രയാണ്? 26ആണ്. കാരണം ആകെയുള്ള 28 അക്ഷരങ്ങളിൽ ബാവും മീമും കഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങളെയും ഇൽഹാർ ചെയ്യണ്ടേ? അപ്പോൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ എത്രയായിരിക്കും? 26. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ചെയ്യേണ്ട അക്ഷരങ്ങളുടെ എണ്ണം 26. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ എന്താ ചെയ്യേണ്ടത്? അത് ഇഖ്ഫ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? സുക്കൂനുള്ള മീമിന് ശേഷം ബാവും മീമും അല്ലാത്ത അക്ഷരങ്ങൾ വന്നാൽ, അല്ലാത്ത 26 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽപ്പെട്ട ബാ വന്നാലോ അപ്പം ഇഖ്ഫ ചെയ്യണം അല്ലേ, ഇഖ്ഫ ചെയ്യണം, മറയ്ക്കണം. അപ്പോൾ ഇഖ്ഫ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം സുക്കൂനുള്ള മീമിന് ശേഷം ഇഖ്ഫ ചെയ്യേണ്ട അക്ഷരം ഒന്ന് മാത്രമേ ഉള്ളൂ, ആ അക്ഷരമാണ് ബാ. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ എന്താ ചെയ്യേണ്ടത്? അത് ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഒരു മീമിന് സുക്കൂനാണ്, ആ മീമിന് സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ളൊരു മീം വന്നു, മ എന്ന് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? മ എന്ന് പറഞ്ഞ് ഷദ്ദുള്ള മീമായിട്ട് ഉച്ചരിക്കണം. മനസ്സിലായോ? അതായത് മീമിന് സുക്കൂനുള്ള ഒരു പദം വന്നു, മീമിന് സുക്കൂനാണ്, എന്നർത്ഥം, എന്ന് അവസാനിക്കുന്ന, അല്ലെങ്കിൽ എന്ന് ഒരു മീമിന് സുക്കൂനായിട്ട് വന്നു. അതിന് തൊട്ട് ശേഷം മീമിന് എന്ത് വന്നു? ഹർക്കത്ത് വന്നു. അപ്പോൾ മ എന്ന് വന്നു കഴിഞ്ഞാൽ മ എന്നത് എന്ത് ചെയ്യണം? ഷദ് ചെയ്തിട്ട് ഒറ്റ മീമായിട്ട് മ എന്ന് ഷദ്ദുള്ള മീമായിട്ട് ഉച്ചരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇദ്ഗാം ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ ചോദ്യം? സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സുക്കൂനുള്ള മീമിന് ശേഷം ഇഖ്ഫ ഉണ്ട്,
ഇദ്ഗാമുണ്ട്, ഇൽഹാറുണ്ട്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 26, ഇഖ്ഫാൻ്റെ അക്ഷരം ബാ, ഇദ്ഗാമിൻ്റെ അക്ഷരം ഹർക്കത്തുള്ള മീം. സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ അപ്പോൾ എത്രയാണ്? 3 അല്ലേ? സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ അപ്പോൾ ആകെ 3. ഒന്ന് ഇൽഹാർ, ഇൽഹാറിന് 26 അക്ഷരങ്ങൾ, ഇഖ്ഫാൻ്റെ അക്ഷരം ബാ, ഇദ്ഗാമിൻ്റെ അക്ഷരം ഹർക്കത്തുള്ള മീം. ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ നിർബന്ധമായ അക്ഷരങ്ങൾ ഏതാണ്? ഷദ്ദുള്ള മീമും നൂനും. ഷദ്ദുള്ള മീം ഷദ്ദുള്ള നൂന് ന. ഈ ഷദ്ദുള്ള മീമും നൂനും ഒരു അലിഫിൻ്റെ ഖദർ എന്ത് ചെയ്യണം? മണിക്കണം. മനസ്സിലായോ? ഒരു അലിഫിൻ്റെ ഖദർ എന്ത് ചെയ്യണം? മണിക്കണം. ഒരു അലിഫിൻ്റെ ഖദർ മണിക്കൽ നിർബന്ധമായിട്ടുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഷദ്ദുള്ള മീമും നൂനും. സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ഷദ്ദോടുകൂടി ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് എന്ത് പറയുക? ഇദ്ഗാം എന്ന് പറയാം. ഇപ്പം ഒരു മീമുണ്ട് വിചാരിച്ചോ, ആ മീമിന് സുക്കൂനാണ്. തൊട്ടടുത്തൊരു മീമുണ്ട്, ആ മീമിന് ഫത്ഹാണ്. മ അല്ലേ? മ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക? ആ 2 മീമിനെയും കൂടെ ഒന്നാക്കിയിട്ട് ശബ്ദമായിട്ട് ഉച്ചരിക്കുക. അപ്പോൾ മ എന്നാവും. അപ്പോൾ ഇങ്ങനെ സുക്കൂനുള്ള അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് ശബ്ദോടുകൂടി ഒരക്ഷരമായിട്ട് ഉച്ചരിക്കുന്നതിന് പറയുന്ന പേര് ഇദ്ഗാം എന്നാണ്. ഇങ്ങനെ 2 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ 2 അക്ഷരം വന്നു. 2 അക്ഷരങ്ങളിൽ ഒന്നാമത്തെ അക്ഷരത്തിന് സുക്കൂനാണ്, രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തുണ്ട്. ഇങ്ങനെ 2 അക്ഷരങ്ങൾ വന്നാൽ അതിനെ ഇദ്ഗാം ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? നിർബന്ധം. ഇനി ഒരേ അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്താൽ പറയുന്ന പേരെന്താണെന്നറിയോ? മുത്തമാസിലൈനി. അപ്പോൾ നോക്കുക, ഉദാഹരണത്തിന് മീമിന് സുക്കൂന് വന്നു, അടുത്ത മീമിന് ഫത്ഹ വന്നു. ഇവിടെ 2 അക്ഷരങ്ങളും ഒന്ന് തന്നെയാണല്ലോ. അപ്പം സുക്കൂനുള്ള ആദ്യത്തെ അക്ഷരം, ഹർക്കത്തുള്ള രണ്ടാമത്തെ അക്ഷരം മ. ഈ 2 അക്ഷരങ്ങളെയും ഒന്നാക്കിയിട്ട് ഷദ്ദുള്ള ഒരക്ഷരമായിട്ട് ഉച്ചരിച്ചു മ. അപ്പോൾ അവിടെ 2 അക്ഷരം ഒന്ന് തന്നെയാണല്ലോ, ഒരേ അക്ഷരങ്ങളാണല്ലോ, ഒരേ അക്ഷരങ്ങളെയാണല്ലോ ഇദ്ഗാം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ അക്ഷരങ്ങളെ മുത്തമാസിലൈനി എന്ന് പറയും. എന്താ പറയുക? മുത്തമാസിലൈനി. ഒരേ അക്ഷരങ്ങളിൽ ആദ്യത്തേത് സുക്കൂനും രണ്ടാമത്തെ ഹർക്കത്തും വരുന്നു, അവയെ ഇദ്ഗാം ചെയ്യുന്നു. പേര് മുത്തമാസിലൈനി. ഇനി നോക്കേണ്ടത്, മുത്തമാസിലൈനി ആയാലും അഥവാ ഒരേ അക്ഷരങ്ങൾ തന്നെയാണ്, ഒന്നാമത്തതിന് സുക്കൂനും രണ്ടാമത്തതിന് ഹർക്കത്തുമായിട്ട് വന്നു. പക്ഷേ അങ്ങനെ മുത്തമാസിലൈനി ആയാലും ഇദ്ഗാം ചെയ്യാത്ത അക്ഷരങ്ങൾ ഏതാണെന്നറിയോ? യാ വാവാണ്. അതായത് യാ വാവ്. ഒരു യാ വരുന്നു, ആദ്യത്തെ യാന് സുക്കൂന്, അടുത്ത യാന് ഹർക്കത്തുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇദ്ഗാം അവിടെ വരില്ല. അതുപോലെ 2 വാവ് വന്നു, ഒന്നാമത്തെ വാവിന് സുക്കൂന്, രണ്ടാമത്തെ വാവിന് ഹർക്കത്ത്. അവിടെ 2 വാവുകളെ ഇദ്ഗാം ചെയ്ത് ഒരു വാവായി ഷദ്ദുള്ള ഒരൊറ്റ വാവായിട്ട് അവിടെ ഉച്ചരിക്കില്ല. അപ്പം മുത്തമാസിലൈനി ആയാലും ഇദ്ഗാം ചെയ്യാത്ത അക്ഷരങ്ങളാണ് യാ വാവ് തുടങ്ങിയ മദ്ദിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ എന്താണ് ഈ യാൻ്റെ വാവിൻ്റെ പ്രത്യേകത? മദ്ദിൻ്റെ അക്ഷരങ്ങളാണെന്നുള്ളതാണ്. ഒരു ഉദാഹരണം നോക്കൂ. ഫീ യൗമിൻ എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. ഫീ യൗമിൻ. ഒന്നാമത്തത് യാ കണ്ടോ നിങ്ങൾ? ഫീ. ഒന്നാമത്തെ യാന് ഫത്ഹാണോ? അല്ല. കിസ്റാണോ? അല്ല. ലമ്മാണോ? അല്ല. പിന്നെന്താ? ഒന്നുമില്ല. അതാണ് സുക്കൂന്. അപ്പോൾ ഒന്നാമത്തെ യാന് സുക്കൂന്. അപ്പോൾ ഒരേ 2 അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുന്നു. ആദ്യത്തേതിന് സുക്കൂനാകുന്നു, രണ്ടാമത്തേതിന് ഹർക്കത്താകുന്നു. യൗമിൻ എന്ന് പറയുമ്പോൾ യാന് ഫത്ഹാണ്, ഹർക്കത്തുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ സംഭവിച്ചു. 2 അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുന്നു, ഒന്നാമത്തതിന് സുക്കൂന്, രണ്ടാമത്തതിന് ഹർക്കത്ത്. നമ്മൾ പറഞ്ഞത് എന്താ? ഇതിനെ 2നെയും കൂടെ ഇദ്ഗാം ചെയ്ത് ഒരൊറ്റ അക്ഷരമാക്കി, ഷദ്ദുള്ള ഒരൊറ്റ അക്ഷരമാക്കി ഉച്ചരിക്കണം, അഥവാ ഇയ്യ എന്ന് ഉച്ചരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഫിയ മിൻ എന്നല്ല പറയുക. അതാണ് നമ്മൾ പറഞ്ഞത്. യാ ഓ വാവോ ആണ് ഇങ്ങനെ 2 അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നിട്ട് ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തിന് ഹർക്കത്ത് വന്നതെങ്കിൽ യാ ഓ വാവോ ആണെങ്കിൽ അവിടെ ഇദ്ഗാം ചെയ്യില്ല. ഇദ്ഗാം ചെയ്യാത്തതിൻ്റെ ഉദാഹരണമാണ് ഫീ യൗമിൻ. ഇനി ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വ്യത്യസ്തമായ 2 അക്ഷരങ്ങളിൽ ഒന്നാമത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുമുള്ളതായാൽ ഡേഷ് ചെയ്യണം. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുക. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? ഒരേ അക്ഷരങ്ങൾ, ഒരേ അക്ഷരം. മീമാണെങ്കിൽ മീം, വാവാണെങ്കിൽ യാവും വാവും പറ്റില്ല എന്ന് പറഞ്ഞു. മീമാണെങ്കിൽ മീം, നൂനാണെങ്കിൽ നൂന്, അല്ലെ ദാലാണെങ്കിൽ ദാല്. അപ്പോൾ ഒരേ അക്ഷരങ്ങളിൽ ആദ്യത്തെ സുക്കൂൻ രണ്ടാമത്തിന് ഹർക്കത്ത് ഉള്ളപ്പോഴാണ് ഇദ്ഗാം ചെയ്യണമെന്ന് പറഞ്ഞത്. ഇനി ഒരേ അക്ഷരങ്ങളല്ല, ഒരേ മഖ്റജാണ്.
മനസ്സിലായോ? മഖ്റജ് രണ്ടും സെയിമാണ്, രണ്ട് വ്യത്യസ്ത അക്ഷരമാണ്, പക്ഷെ രണ്ട് അക്ഷരങ്ങളുടെയും മഖ്റജ് ഒന്ന് തന്നെയാണ്. അങ്ങനെ പുറപ്പെടുന്ന വ്യത്യസ്തമായ അക്ഷരങ്ങളിൽ ഒന്നാമത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതുമായാൽ ഡേഷ് ചെയ്യണം, എന്താ അപ്പോഴും ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വ്യത്യസ്തമായ അക്ഷരങ്ങളാണെങ്കിൽ അതിൽ ഒന്നാമത്തതിന് സുക്കൂനും രണ്ടാമത്തതിന് ഫത്ഹുമാണെങ്കിൽ അവിടെ ഫത്ഹല്ല ഹർക്കത്തുമാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഇനി ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വ്യത്യസ്തമായ രണ്ടക്ഷരങ്ങളിൽ ഒന്നാമത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതുമായാൽ ആ ഇദ്ഗാമിന് പറയുന്ന പേരെന്താണ്? ഇദ്ഗാം അൽ മുത്തജാനിസൈനി. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? മുത്തമാസിലൈനി പറഞ്ഞു. എന്താണ്? ഒരേ അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുമ്പോൾ മുത്തമാസിലൈനി. ഇനി ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്താൽ അതിൻ്റെ പേര് മുത്തജാനിസൈനി. അപ്പോൾ ഉദാഹരണം നോക്കൂ, ദാല് താ. നിങ്ങളൊന്ന് സങ്കല്പിക്കൂ, ദാലിന് സുക്കൂനാണെന്ന് വിചാരിക്കുക, താഇന് ഫത്തഹാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ചെയ്യും? ത എന്ന് പറയും അല്ലേ? ദാലിനെ തായിലേക്ക് ചേർത്തുകൊണ്ട് ത എന്നാണ് പറയുക, ദ് ത എന്ന് പറയില്ല, ത എന്നാണ് പറയുക. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? ഇദ്ഗാം ചെയ്തു. ദാല് താ. ഒന്ന് പറഞ്ഞു നോക്ക്, ദാല് താ രണ്ടും ഒരേ മഖ്റജ് ആയതുകൊണ്ട് ആ ഇദ്ഗാമിന് പറയുന്ന പേര് ഇദ്ഗാം മുത്തജാനിസൈനി. ഇനി ഇദ്ഗാമുൽ മുത്തജാനിസൈനി ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് ഉള്ളതെന്നറിയോ? 7 സ്ഥലങ്ങളിലാണ് ഇദ്ഗാമുൽ മുത്തജാനിസൈനി ഉള്ളത്. മഖ്റജിൽ വളരെ അടുപ്പമുള്ള രണ്ട് അക്ഷരങ്ങൾ ഒന്നാമത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതുമായാൽ ഡേഷ് ചെയ്യണം, അവിടെയും ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ഒരേ അക്ഷരങ്ങൾ ഒന്നാമത്തെ സുക്കൂനും രണ്ടാമത്തെ ഹർക്കത്ത് വന്നാൽ ഇദ്ഗാം ചെയ്യണം. ഇനി ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങളിൽ ഒന്നാമത്തേന് സുക്കൂനും രണ്ടാമത്തേതിന് ഹർക്കത്തുമാണെങ്കിൽ അവിടെ ഇദ്ഗാം ചെയ്യണം. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? മഖ്റജിൽ അടുത്തടുത്ത്, ഒരേ അക്ഷരമല്ല ഒരേ മഖ്റജുമല്ല, അടുത്തടുത്ത മഖ്റജിലുള്ള സ്ഥലങ്ങളാണ്. രണ്ടും വ്യത്യസ്തമായ മഖ്റജാണ്, പക്ഷെ രണ്ടിൻ്റെയും മഖ്റജ് അടുത്തടുത്താണ്. അങ്ങനെയുള്ള രണ്ടക്ഷരങ്ങളിൽ ഒന്നാമത്തതിന് സുക്കൂന് രണ്ടാമത്തതിൻ്റെ ഹർക്കത്ത് അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം. ഇനി മഖ്റജിൽ വളരെ അടുപ്പമുള്ളതോ കൂടുതൽ സിഫത്തുകളിൽ യോജിപ്പുള്ളതോ ആയ ഹർഫുകളെ ഡേഷ് എന്ന് പറയുന്നു. അതാണ് അൽ മുത്തഖാരിബൈനി. അപ്പം മുത്തഖാരിബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളെയാണ് അൽ മുത്തഖാരിബൈനി എന്ന് പറയാം. അങ്ങനെയുള്ള രണ്ട് അക്ഷരങ്ങളെ ഇദ്ഗാം ചെയ്താലാണ് ഇദ്ഗാമുൽ മുത്തഖാരിബൈനി എന്ന് പറയാം. അപ്പം മുത്തമാസിലൈനി, മുത്തജാനിസൈനി, മുത്തഖാരിബൈനി മറക്കരുത്. മദ് എന്നാൽ എന്താ മക്കളെ അർത്ഥം? നീട്ടൽ എന്നാണ് അർത്ഥം. മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ എന്നാണ് അർത്ഥം. ഫത്ഹിനെ നീട്ടാൻ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ? അലിഫ് കൊണ്ടാണ് ഫത്ഹിനെ നീട്ടുക. പിന്നെ കെസിറ നീട്ടാൻ എന്തുകൊണ്ടാണെന്ന് അറിയാലോ? എന്തുകൊണ്ടാണ്? സാക്കിനായ യാ കൊണ്ട് അല്ലേ, സുക്കൂനുള്ള യാ കൊണ്ടാണ് എന്തിനെ നീട്ടുക? കെസിറിനെ നീട്ടുക. ലമ്മിനെ നീട്ടാൻ എന്താ ഉപയോഗിക്കുന്നത്? സാക്കിനായ വാവ് അല്ലേ. അപ്പോൾ അലിഫ്, വാവ്, യാ ഇതാണ് മദ്ദക്ഷരങ്ങൾ. ഇതൊക്കെ എന്തിനൊക്കെയാണ് നീട്ടാൻ ഉപയോഗിക്കുക നമ്മൾ പറഞ്ഞു. മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ ആണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. മദ്ദിയായ അക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ നീട്ടലിന് പറയുന്ന പേരാണ് എന്ത്? മദ് അസ്ലി അല്ലെങ്കിൽ മദ് ത്വബഈ. അതായത് മദ്ദിയായ അക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ, അപ്പോൾ കാല എന്ന് നമ്മൾ പറയൂലേ, കാല, കാലല്ലാഹു എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ കാഫിന് ശേഷം കാഫിന് ഫത്തഹ ആയതുകൊണ്ട്, ഫത്തഹുള്ള അക്ഷരമായതുകൊണ്ട് നമ്മൾ അലിഫ് ഉപയോഗിച്ചിട്ടാണ് ക എന്ന് പറയാം. അപ്പോൾ ക എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ കല, കല എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വന്നിട്ടില്ല? നീട്ടൽ വന്നിട്ടില്ല. അപ്പോൾ എന്താ പറഞ്ഞത്? മദ്ദിയായ അക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ നീട്ടലിന് പറയുന്ന പേരാണ് മദ് അസ്ലി അല്ലെങ്കിൽ ത്വബഈ എന്ന് പറയുന്നത്. അപ്പം മദ്ദിനെ ആവശ്യത്തിന് നീട്ടാൽ ഉച്ചാരണത്തിൽ നീട്ടൽ കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാം? മദ് അസ്ലി അല്ലെങ്കിൽ ത്വബഈ എന്നാണ്. അപ്പോൾ കാല, ജാ, ഇതൊക്കെ എന്താണ്? അവിടത്തേക്ക് നീട്ടലുകൾ അസ്ലിയായ മദ്ദാണ്. ഇനി അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ത്വബഈയായ മദ് എന്ന് പറയുന്നത്. ഇനി മദ് അസ്ലിയെ എത്ര നീട്ടണം? ഒരു അലിഫിൻ്റെ ഖദറാണ് നീട്ടേണ്ടത്. മദ് അസ്ലിയെ എത്രയാണ് നീട്ടേണ്ടത്? ഒരു അലിഫിൻ്റെ ഖദറാണ് മദ് അസ്ലിയെ നീട്ടേണ്ടത്. ഒരു അലിഫിൻ്റെ ഖദറിനേക്കാൾ കൂട്ടലും കുറക്കലും ഹറാമായ മദ്ദാണിത്, മദ് അസ്ലി അല്ലെങ്കിൽ ത്വബഈ. അപ്പോൾ ഒരു അലിഫിൻ്റെ ഖദറിനേക്കാൾ കൂടുതൽ നീട്ടാൻ പാടില്ല. കോല എന്ന് പറയാം. കാല എന്നുള്ളതിന് കോല എന്ന് പറഞ്ഞു ഒരു അലിഫിൻ്റെ ഖദറിനേക്കാൾ നീട്ടൽ പാടുണ്ടോ? ഇല്ല, ഹറാമാണ്. ഇനി അതിനേക്കാൾ കുറക്കൽ, കാല എന്നുള്ളത് കല എന്ന് മാത്രം പറയാം, നീട്ടാതിരിക്കുക, അതും എന്ത് തന്നെയാണ്? ഹറാമാണ്. അപ്പോൾ അങ്ങനെ രണ്ടും ചെയ്യൽ എന്താണ്? ഹറാമാണ്.
ഇനി മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതൽ നീട്ടുന്നതിന് പറയുന്ന പേരെന്താണ്? മദ് ഫറഈ. അപ്പം കാല അല്ലെ, അതൊക്കെ മദ് അസ്ലിയാണ് അല്ലെങ്കിൽ തൊബഈയാണ്. ഇനി നോക്കുക, മദ്ദക്ഷരത്തിന് ശേഷം അലിഫ് വാവ് യാ ഉള്ള മദ്ദക്ഷരത്തിന് ശേഷം ഹംസയാണ് വരുന്നത്. മലായിക്ക എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ലാമിന് നീട്ടാൻ വേണ്ടി അവിടെ ഒരു അലിഫ് ഉണ്ടാകും, ആ നീട്ടാനുള്ള അലിഫിന് ശേഷം അവിടെ എന്താ വന്നത്? ഹംസയാണ് വന്നത്. അപ്പോൾ ഇതേപോലെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസയോ സുക്കൂനോ വന്നാൽ കൂടുതൽ നീട്ടുന്നതിനെ പറയുന്ന പേര് മദ് ഫറഈ. ഇനി മദ് ഫറഈ എത്ര വിധമാണെന്ന് അറിയോ? 5 വിധമാണ് മദ് ഫറഈ ഉള്ളത്. മദ് ഫറഈ 5 വിധമാണ്. ഇനി മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നാൽ ആ മദ്ദിന് ഡേഷ് എന്ന് പറയുന്നതാണ് മദ് മുത്തസിൽ. ഇപ്പം നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ മലായിക്കത്ത്, അവിടെ ലാമിന് ശേഷം എന്തുണ്ട്? നമ്മുടെ പിന്നെ നീട്ടാനുള്ള മദ്ദിൻ്റെ അക്ഷരമുണ്ടല്ലേ, അലിഫുണ്ട്. അപ്പം ഒരേ കലിമത്തിൽ ഒരേ പദത്തിൽ തന്നെ എന്ത് വരിക? ഈ മദ്ദിൻ്റെ അക്ഷരവും വരിക, അതിന് തൊട്ട് ശേഷം ഹംസയും വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ എന്ത് പറയുക? മുത്തസിലായ മദ് എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ 29ാമത്തെ ചോദ്യം എന്താണ്? മുത്തസിലായ മദ്ദിനെ നീട്ടൽ വാജിബായത് എപ്പോഴാണ്? ഒരു അലിഫിൻ്റെ ഖദറിനേക്കാളാണ്. അപ്പം മലായിക്ക പോലുള്ള ഒരേ കലിമത്താണ്, ആ ഒരേ കലിമത്തിൽ അലിഫിന് ശേഷം ഹംസ വന്നതാണ്. അതാണ് എന്ത്? മുത്തസിലായ മദ്. ഈ മുത്തസിലായ മദ്ദിനെ നീട്ടൽ വാജിബായത് എപ്പോഴാണ്? എത്രയാണ്? ഒരു അലിഫിൻ്റെ ഖദറിനേക്കാൾ നീട്ടണം അല്ലേ? ഒരു അലിഫിൻ്റെ ഖദറിനേക്കാൾ നീട്ടണം. മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്ന പോലെ മലായിക്ക എന്ന് പറഞ്ഞാൽ പോരാ, മലായിക്ക എന്ത് ചെയ്യണം? കുറച്ചുകൂടെ നീട്ടണം. ഇനി മുത്തസിലായ മദ്ദിന് എത്ര വരെയാണ് നീട്ടേണ്ടത്? 7 ഹർക്കത്ത് വരെയാണ് കേട്ടോ. മുത്തസിലായ മദ് നമ്മൾ പറഞ്ഞല്ലോ, ഒരേ കലിമത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാലാണ് മുത്തസിലായ മദ്. അത് ഒരു അലിഫിൻ്റെ ഖദറിനേക്കാൾ നീട്ടണം എന്ന് പറഞ്ഞു. എത്ര വരെ നീട്ടാം? 7 ഹർക്കത്ത് വരെയാണ് നീട്ടേണ്ടത്. ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ ഹർഫും തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നാൽ ആ മദ്ദിന് എന്താ പറയുക? അത് മദ് മുൻഫസിലാണ്. അതായത് ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ എന്ത് വരികയാണ്? അത് നീട്ടാനുള്ള അലിഫ് വരികയാണ്. തൊട്ടടുത്ത പദത്തിലാണ് എന്ത് വരുന്നത്? പദത്തിൻ്റെ തുടക്കത്തിലാണ് എന്ത് വരുന്നത്? ഹംസ വരുന്നത്. അപ്പോൾ ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദിൻ്റെ ഹർഫ്, തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നാൽ ആ മദ്ദിനെ പറഞ്ഞ പേരാണ് അത് മദ് മുൻഫസിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ യാ അയ്യുഹൽ കാഫിറു. നോക്ക്, യാ എന്ന് പറഞ്ഞാൽ ഓ എന്നാണ്, അതൊരു പദം കഴിഞ്ഞു. ആ പദത്തിൻ്റെ അവസാനത്തിൽ എന്താണുള്ളത്? അലിഫാണുള്ളത്. തൊട്ടടുത്ത പദം എങ്ങനെയാണ്? അയ്യുഹ എന്നാണുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? നീട്ടാനുള്ള മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. പക്ഷെ അത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പദങ്ങളിലാണ്, ഒരേ പദത്തിലല്ല. ഇങ്ങനെ വ്യത്യസ്തമായ പദങ്ങളിൽ വന്നാൽ ആ മദ്ദിന് പറയുന്ന പേരാണെന്ത്? മദ് മുൻഫസിൽ. അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? മുത്തസിലിൻ്റെ ഖദർ നീട്ടൽ ജായിസായ മദ് ഏതാണ്? അത് മദ് മുൻഫസിലാണ്. അപ്പം മദ് മുൻഫസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മദ് മുൻഫസിൽ നമുക്ക് മദ് മുത്തസിലിൻ്റെ അത്രയും എന്ത് ചെയ്യാം? നീട്ടാൻ പറ്റുന്നതാണ് കേട്ടോ. മദ് മുത്തസിലിൻ്റെ അതേ കണക്കനുസരിച്ച് 7 അക്ഷരത്തിൻ്റെ 7 അലിഫിൻ്റെ ഖദറനുസരിച്ച് നീട്ടാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തെന്താണ്? അപ്പോൾ മുത്തസിലായ മദ്ദിനെ എത്ര വരെ നീട്ടാം? 7 ഹർക്കത്ത് വരെ മുത്തസിലായ മദ്ദിനെ നീട്ടാം. പിന്നെ മുൻഫസിൽ എന്താണെന്ന് പറഞ്ഞു. ഇനി മുത്തസിലിൻ്റെ ഖദർ വരെ നീട്ടാവുന്നതാണ് മദ് മുൻഫസിൽ എന്നും പറഞ്ഞു. ഇനി മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ ഉണ്ടെങ്കിൽ ആ മദ്ദിന് പറയുന്ന പേരാണത് ലാസിം കലിമി മുഖഫഫ്. ശ്രദ്ധിക്കണം, ലാസിം കലിമി മുഖഫഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം ഒരു മദ്ദിൻ്റെ അക്ഷരം അല്ലേ, ആ അക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂൻ ഉണ്ടെങ്കിൽ ആ മദ്ദിന് പറയുന്ന പേരാണത് ലാസിം കലിമി മുഖഫഫ് എന്നത്. മനസ്സിലായ? അപ്പോൾ നോക്ക്, ആൽ ആന എന്നാണ് അല്ലേ, ആൽ ആന. അപ്പോൾ മദ്ദക്ഷരം ഏതാണ്? അലിഫാണ്. ആ മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ എന്ത് ചെയ്തു? സ്ഥിരമായ സുക്കൂൻ അല്ലേ, സുക്കൂന് വന്നു. അപ്പോൾ ആൽ ആനയിൽ ആ എന്ന് പറയുന്ന നീട്ടാനുള്ള അലിഫിന് ശേഷം എൽ എന്ന് പറഞ്ഞിട്ട് ലാമിന് സുക്കൂനാണ്. ഇങ്ങനെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാലാണ് നമ്മൾ എന്ത് പറയുക? മദ് ലാസിം കൽമി മുഖഫഫ് എന്ന് പറയുക. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഷദ്ദുള്ള അക്ഷരമാണ് വന്നെങ്കിൽ എന്താ പറയുക? അതിന് ലാസിം കൽമി മുസക്കൽ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? അതേ കലിമത്തിൽ
സ്ഥിരമായ സുക്കൂൻ അല്ലെ, സുക്കൂനാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ലാസിം കൽമി മുഖഫഫ് എന്ന് പറഞ്ഞു. ഈ സുക്കൂനിന് പകരം അവിടെ എന്തുണ്ട്? അതേ കലിമത്തിൽ ഷദ്ദുള്ള അക്ഷരമാണുള്ളതെങ്കിൽ അതിനെന്താ പറയുക? ലാസിം കൽമി മുസക്കൽ എന്നാണ്, ലാസിം കൽമി മുസക്കൽ എന്നാണ് പറയുക. ഇനി അടുത്ത് നോക്കുക, ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്ദിന് പറയുന്ന പേരെന്താണ്? അത് ലാസിം ഹർഫി മുഖഫഫ് എന്നാണ്. അത് ഹിജായിയായ അക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാദ് ഖാഫ് എന്നൊക്കെ പറയില്ലേ, സ്വാദ് ഖാഫ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന കുട്ടികളൊക്കെ അല്ലേ, അറബി അക്ഷരമാല പഠിക്കുന്ന സ്വാദ് ഖാഫ് ത ബ അല്ലെ, ഇങ്ങനെയുള്ള ഹിജായിയായ അക്ഷരങ്ങൾ. ഈ ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നത്. ഖാഫ് സ്വാദ് അല്ലേ, ആ അക്ഷരത്തിൽ തന്നെയാണ് സുക്കൂൻ വന്നിട്ടുള്ളതെങ്കിൽ ആ മദ്ദിൻ അവിടെ ഒരു മദ്ദുണ്ട്, സ്വാദ് ഖാഫ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നീട്ടാനുള്ള മദ് അവിടെ ഉണ്ട്. അപ്പോൾ ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നെങ്കിൽ ആ മദ്ദിന് പറഞ്ഞ പേര് ലാസിം ഹർഫി മുഖഫഫ് എന്നാണ്. ലാസിം ഹർഫി മുഖഫഫ് ആയ മദ് 2 തവണ വന്ന സൂറത്ത് ഏതാണ്? സൂറത്ത് യൂനുസ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. ലാസിം ഹർഫി മുഖഫഫ്, ലാസിം ഹർഫി മുഖഫഫ് എന്ന് പറയുന്നത്. ഇനി ലാസിം ഹർഫി മുഖഫഫ് ആയ മദ് 2 തവണ വന്ന സൂറത്തിനോട് പറഞ്ഞ സൂറത്ത് യൂനുസിലാണ്. ലാസിം ഹർഫി മുഖഫഫ് 2 തവണ വന്ന സൂറത്ത് യൂനുസ്. മദ് ആരിൽ നീട്ടേണ്ട അളവ് എത്രയാണെന്നറിയോ? 3 അലിഫിൻ്റെ ഖദറാണ് മദ് ആരിൽ നീട്ടേണ്ടത് അല്ലേ. മദ് ആരിൽ നമ്മൾ വഖഫ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നീട്ടുന്ന മദ്ദിനെയാണ് മദ് ആരിൽ എന്ന് പറയുക. ആ മദ് ആരിൽ നീട്ടേണ്ടത് എത്രയാണ്? 3 അലിഫിൻ്റെ ഖദറാണ് നീട്ടേണ്ടത്. ഇനി മദ് ലീന് എത്ര ഖദർ നീട്ടലാണ് ഉത്തമം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1 അലിഫിൻ്റെ ഖദറാണ്. മദ് ലീന് എത്ര ഖദർ നീട്ടലാണ് ഉത്തമം എന്ന് ചോദിച്ചാൽ 1 അലിഫിൻ്റെ ഖദറാണ്. ഇനി വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹുമാണെങ്കിൽ ആ വാവിനും യാഇനും ഡേഷിൻ്റെ അക്ഷരം എന്ന് പറയാം. അതായത് വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹുമാണെങ്കിൽ ആ വാവിനും യാഇനും ഡേഷിൻ്റെ അക്ഷരം എന്താ പറയുക? ലീനിൻ്റെ അക്ഷരം എന്നാണ് പറയുക. അപ്പം ഖൗഫ് നോക്ക്, ലീലാഫി ഖുറൈഷ് കണ്ട, ഖുറൈഷ് ഖൗഫ്, സൗഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? അവിടെ നമ്മൾ പിന്നെ വാവിനും യാഇനും സുക്കൂനും അല്ലേ. അപ്പോൾ ഖൗഫ് എന്ന് പറയുമ്പം ഖൗഫ് അല്ലേ, ഇലാഫി ഖുറൈഷിൻ എന്ന് തുടങ്ങിയിട്ടാണ്. ഖൗഫ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത്? അവിടുത്തെ വാവിന് സുക്കൂനാണ് അല്ലേ. ഇനി ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? യാഇന് സുക്കൂനാണ്. അപ്പോൾ ഈ വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്, ഖൗഫ് അല്ലേ, ഖൈർ. അപ്പോൾ ഇവിടെ എന്താണ്? വാവിന് സുക്കൂനാണ്, യാഇന് സുക്കൂനാണ്, മദ്ദക്ഷരത്തിന് സുക്കൂനാണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ളതിന് എന്താണ്? ഖൗഫ് എന്ന് പറയുമ്പം വാവിൻ്റെ സാക്കിനായ വാവിൻ്റെ തൊട്ട് മുമ്പ് എന്താണ്? ഖ എന്നാണ്, അപ്പോൾ ഫത്ഹാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക? വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹുമാണെങ്കിൽ ആ വാവിനും യാഇനും ഡേഷിൻ്റെ അക്ഷരം എന്ന് പറയുന്നത് ലീനിൻ്റെ അക്ഷരം എന്നാണ് പറയുക. അക്ഷരങ്ങളെ കനപ്പിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? തഫ്ഖീം എന്നാണ്. അക്ഷരങ്ങളെ കനപ്പിച്ച് പറയാം. റോ ലോ അല്ലേ, ഇങ്ങനെ കനപ്പിച്ച് പറയുന്നതിനാണ് തഫ്ഖീം എന്ന് പറയുക. അക്ഷരങ്ങളെ നേർപ്പിച്ച് പറയുന്നതിന് എന്താ പറയുക? തർഖീഖ് എന്നാണ് പറയുക. ര ബില്ല അല്ലേ, ബിക്ക് ശേഷം നമ്മൾ ഇല്ല എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നേർപ്പിച്ച് പറയുന്നതിനാണ് എന്ത് പറയുക? തർഖീഖ് എന്ന് പറയുക. നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ടുണ്ടാകുന്ന ഏതാണ്? തഫ്ഖീമാണ്. നാവിൻ്റെ ഗതി ഉയർന്നാലാണ് തഫ്ഖീം ഉണ്ടാവുക. റോ അല്ലെ, നാവിൻ്റെ ഗതി ഉയരുമ്പോഴാണ് തഫ്ഖീം ഉണ്ടാവുക. നാവിൻ്റെ ഗതി താഴൽ കൊണ്ടുണ്ടാകുന്ന എന്താണ്? അത് തർഖീഖാണ്. ര മജ്റ ര എന്നുള്ള ഒരു ശബ്ദമാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ്? തർഖീഖ് എന്ന് പറഞ്ഞാൽ നേർപ്പിക്കലാണ്. നാവിൻ്റെ ഗതി ഉയരൽ തഫ്ഖീം, നാവിൻ്റെ ഗതി താഴൽ കൊണ്ടുണ്ടാകുന്ന എന്താണ്? അത് തർഖീഖുമാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖുസ്സ ലിഗത്തിൻ ഖിളി എന്നുള്ളതിനാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയാം. എന്താണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ? അപ്പോൾ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഖുസ്സ ലിഗത്തിൻ ഖിളി. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ പഠിച്ചു നോക്കുക. ഖുസ്വ ലിഗത്തിൻ ഖിള് എന്നതിനാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയാം. എല്ലാ സമയത്തും തഫ്ഖീമായി ഉച്ചരിക്കേണ്ട ഹർഫുകളെയാണ് ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ എന്ന് പറയാം. എല്ലാ സമയത്തും തഫ്ഖീം ആയി ഉച്ചരിക്കേണ്ട ഹർഫുകളെയാണ്
ഹുസ്സലിയത്തിനാണ് ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ. ഇനി എല്ലാ സമയത്തും തഫ്ഹീമായി ഉച്ചരിക്കേണ്ട ഹർഫുകൾ നമ്മൾ പറഞ്ഞു ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളാണ്. ഇനി മദ്ദിയായ വാവും അലിഫും ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളുടെ കൂടെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? തഫ്ഹീം ചെയ്യണം. മദ്ദിയായ വാവ് അല്ലേ, ഇപ്പോൾ വാവ് മദ്ദിയായ വാവ് നീട്ടാനുള്ള വാവ്, അതുപോലെ തന്നെ അലിഫൊക്കെ വന്നു. ഏതിൻ്റെ കൂടെ വന്നു? ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളുടെ കൂടെ വന്നാൽ അവ എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. അപ്പോൾ ഇവിടെ ഉദാഹരണം നോക്കും നമ്മൾ. ഇപ്പോൾ ഹുസ്സ അല്ലേ, ഹുസ്സ ലിയത്തിൻ കീഴ് എന്നുള്ളതിലെല്ലാം എന്താണ്? തഫ്ഹീമിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ അതിൽ ഹ എടുത്ത് നോക്കൂ. ഹ എടുത്താൽ എന്താണ്? മദ്ദിയായ വാവും അലിഫും ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളുടെ കൂടെ വന്നാൽ എന്ത് ചെയ്യണം? തഫ്ഹീം ചെയ്യണം. ഇനി എന്താണ് വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് പറയുന്നത്? അതിനാണ് തഫ്ഹീം എന്ന് പറയാം. റോ, ലോ, മനസ്സിലായോ? ഹു, സ്വ, ലി, തിൻ, ഖിൽ. അപ്പം ഇങ്ങനെ വായ നിറച്ചും അക്ഷരം പുറപ്പെടുവിക്കുന്നതിനാണ് തഫ്ഹീം എന്ന് പറയാം. റാ തഫ്ഹീം ചെയ്യപ്പെടുന്ന അവസരങ്ങൾ എത്രയാണ്? 5ആണ്. ഇപ്പോൾ റാ അല്ലേ, റാ എന്ന അക്ഷരത്തെ തഫ്ഹീം ചെയ്യുക. റോ എന്ന് പറഞ്ഞിട്ട് കനപ്പിച്ച് ഉച്ചരിക്കുന്ന റാഇനെ തഫ്ഹീം ചെയ്യുന്ന അക്ഷരങ്ങളുടെ അവസരങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ 5ആണ്. ഇനി നോക്കുക. ഫക്കാന കുല്ലു ഫിറക്കിൻ കത്തൗദിൽ അലീം എന്ന ആയത്തിലെ റാഇൻ്റെ വിധി തഫ്ഹീമും തർക്കീഖും ജായിസാണ്. അതായത് ഇവിടെ ഒരു ആയത്ത് എന്താണ്? ഫക്കാന കുല്ലു ഫിറക്കിൻ കത്തൗദിൽ അലീം എന്നുള്ളതാണ് ഒരായത്ത്. അപ്പോൾ അവിടെ ഈ ആയത്തിലെ റാഇൻ്റെ വിധി തഫ്ഹീമും തർക്കീഖും ജായിസാണെന്നതാണ്. എന്താണ്? ഫക്കാന കുല്ലു ഫിറക്കിൻ കത്തൗദിൽ അലീം എന്ന ആയത്തിലെ റാഇൻ്റെ വിധി എന്താണ്? തഫ്ഹീമും തർക്കീഖും ജായിസാണ് എന്നുള്ളതാണ് അവിടുത്തെ ഇറാൻ്റെ വിധി വന്നിട്ടുള്ളത്. റാ തർക്കീഖ് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ എത്രയാണ്? 4ആണ്. റാ തർക്കീഖ് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ എത്രയാണ്? 4ആണ്. അപ്പോൾ റാ തർക്കീഖ് ചെയ്യപ്പെടുന്നത് 4 രീതിയിലാണ് അർത്ഥം. ഇനി എകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ് എന്ത്? ഇമാലത്ത് അല്ലേ. എകാര സ്വരം നമ്മുടെ പിന്നെ ഉച്ചാരണത്തിൽ ഒരു എ അല്ലേ, എ എന്നുകൊണ്ട് ഒരു ചെരിച്ച് ഉച്ചരിക്കുന്നതിനെയാണ് എന്ത് പറയാം? ഇമാലത്ത് എന്ന് പറയാം. ഏകാര സ്വരത്തിൽ ചെരിച്ച് ഉച്ചരിക്കുന്നതിനെയാണ് ഇമാലത്ത് എന്ന് പറയാം. അള്ളാഹു എന്ന ഇസ്മിലെ ലാമിന് പറയുന്നത് എന്താണ്? ലാമുൽ ജലാല, ജലാലത്തിൻ്റെ ഇസ്മ അല്ലെങ്കിൽ ജലാലത്തിൻ്റെ ലാമ് എന്നാണ് പറയാം. അപ്പോൾ അള്ളാഹു എന്ന ഇസ്മിലെ ലാമിന് പറയുന്ന പേര് ലാമുൽ ജലാല എന്നാണ്. ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ ലാമിനെ ഡേഷ് ആക്കണമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ ലാമിനെ ഡേഷ് ആക്കണം, തർക്കീക്ക്. അപ്പോൾ ലാമിൻ്റെ മുമ്പുള്ള അക്ഷരം ആ അക്ഷരത്തിന് കസ്റാണെങ്കിൽ എന്ത് ചെയ്യണം? തർക്കീക്ക് ആക്കിയിരിക്കണം. ഇനി ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ലമ്മോ ഫത്ഹോ ആണെങ്കിൽ ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ ലാമിനെ തർക്കീക്ക് ചെയ്യണം. ഇനി ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ലമ്മോ ഫത്ഹോ ആണെങ്കിൽ ലാമിനെ ഡേഷ് ആക്കണം. എന്താണ്? തഫ്ഹീം. ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന്, അപ്പോൾ ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ലമ്മോ ഫത്ഹോ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ തഫ്ഹീം ആക്കിയിരിക്കണം. ഇനി ഖമരിയായ അക്ഷരങ്ങൾ എത്രയാണ്? 14 കേട്ടോ. ഖമരിയായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ 14ആണ്. നമ്മൾ അൽ ഖമർ എന്ന് പറയുമ്പോൾ അൽ വരും അല്ലേ, അവിടെ അൽ എന്നത് വ്യക്തമാകും. അപ്പോൾ ഇതുപോലെ അപ്പോൾ എന്താ പറയുന്നത്? ഖമരിയായ അക്ഷരങ്ങൾ 14. അതുപോലെ തന്നെ ഏതാണ് ഈ ഖമരിയായ അക്ഷരങ്ങൾ എന്നറിയാം. അപ്പോൾ നമ്മൾ ഖമരിയായ അക്ഷരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അതായത് അൽ ഖമർ എന്ന് പറയുമ്പോൾ അൽ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അല്ല് വെളിവാകുന്നുണ്ട് അല്ലേ. അൽ ഖമർ, അൽ ഖമർ എന്ന് പറയുമ്പോൾ അൽ നന്നായിട്ട് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്നതിൽ ക്ലിയർ ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുക ഖമരിയായ അക്ഷരങ്ങൾ 14 എന്ന് പറയാം. ആ 14 അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമ. എന്താണ്? ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമ എന്നതിലെ അക്ഷരങ്ങൾ, എന്നതിലെ 14 അക്ഷരങ്ങളാണ് എന്ത്? നമ്മുടെ ഖമരിയായ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഖമരിയായ അക്ഷരങ്ങൾ എത്രയാണ്? 14. ഇനി നമുക്ക് അടുത്ത എന്താണ്? ഇബ്ഗി ഹജ്ജക വഖിഫ് അലാഖിബി. അടുത്തത് ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമ എന്നതിലെ അക്ഷരങ്ങളെ വിളിക്കുന്നത് എന്ത് പേരിലാണ്? ഖമരിയായ അക്ഷരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ശംസിയായ അക്ഷരങ്ങൾ എത്രയാണ്? 14. അപ്പോൾ ആകെയുള്ള 28 അക്ഷരങ്ങളിൽ 14 എന്താണ്? ഖമരിയായ അക്ഷരങ്ങളാണ്.
അതുപോലെ തന്നെ അതല്ലാത്ത അക്ഷരങ്ങളെ, അപ്പോൾ നല്ല അക്ഷരങ്ങൾ എന്താണ് പറയുക, അതല്ലാത്ത അക്ഷരങ്ങൾ പറയുന്നത് എന്താണ്, ശംസിയായ അക്ഷരങ്ങൾ കേട്ടോ. അതല്ലാത്ത അക്ഷരങ്ങളെയാണ് ശംസിയായ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തജ്വീദിലുള്ള നമ്മുടെ പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും കേൾക്കുക, പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.